ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലേൺ ബൈ ഗീത. ഇംഗ്ലീഷ് സെന്റൻസുകൾ ഉണ്ടാക്കാൻ മാത്രം പഠിച്ചാൽ മതിയോ? അത് സംസാരിച്ചും കൂടെ പ്രാക്ടീസ് ചെയ്യണ്ടേ? മാത്രമല്ല, ആ ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റ സെന്റൻസിൽ നിന്നും ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, അതും കൂടെ നോക്കണം. ആ ഒരു സെന്റൻസിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ, വേറെ കുറേ സെന്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. കഴിയുന്നതും നിങ്ങൾ ലാസ്റ്റ് വരെ കാണാൻ ട്രൈ ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ ഇവിടെ പറയുന്ന 2 മലയാളം സെന്റൻസ് ആയിരിക്കും. ആ മലയാളം സെന്റൻസ് ആദ്യം എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ ഇംഗ്ലീഷിൽ പറഞ്ഞ ആ സെന്റൻസിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ പുതിയ സെന്റൻസുകൾ ഉണ്ടാക്കുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിനുള്ള ടെക്നിക്കും കൂടി ഇന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യത്തെ സെന്റൻസ് നോക്കാം. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഞാൻ സാധാരണയായി 2 തവണ ആലോചിക്കാറുണ്ട്. ഈ സെന്റൻസ് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വലിയ സെന്റൻസ് ആണെന്ന് തോന്നിപ്പോകും. പക്ഷേ ഇത് നമ്മളിതൊന്ന് ഇംഗ്ലീഷിലേക്ക് ട്രൈ ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു സെന്റൻസിൽ 2 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ്. അപ്പോൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക ഒരു സെന്റൻസ്. രണ്ടാമത്തേത്, ഞാൻ സാധാരണയായി 2 തവണ ആലോചിക്കാറുണ്ട്. അപ്പൊ ഈ 2 സെന്റൻസിനെയും കണക്ട് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും വലിയൊരു സെന്റൻസ് പറഞ്ഞിരിക്കുന്നത്. മുൻപ്, അതായത് ബിഫോർ, അത് യൂസ് ചെയ്തിട്ട് ഞാനിതിനെ കണക്ട് ചെയ്തു. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് പറയാൻ പറ്റുക? അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇംഗ്ലീഷിൽ സെന്റൻസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിനൊരു ഓർഡർ ഉണ്ട്, സബ്ജക്റ്റ്, വേർബ്, ഇതൊക്കെ ആയിട്ട് കുറേ പ്രാവശ്യം ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം നമ്മൾ സബ്ജക്റ്റ് എന്താണ്? ഞാൻ. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ സാധാരണയായി 2 തവണ ആലോചിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അത് ആദ്യം എഴുതാം, അല്ലേ? നോക്കാം. ഞാൻ, ഐ, സാധാരണയായി, യൂഷ്വലി, ഐ യൂഷ്വലി 2 തവണ ആലോചിക്കാറുണ്ട്. അപ്പൊ ഇവിടുത്തെ ആലോചിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ വേർബ്. അപ്പോൾ ഐ യൂഷ്വലി എന്താണ്? 2 തവണ. എങ്ങനെ ആലോചിക്കാറുണ്ട്? 2 തവണ ആലോചിക്കാറുണ്ട്. അപ്പോൾ ഐ യൂഷ്വലി തിങ്ക് ട്വൈസ്. അപ്പോൾ ആ ഒരു സെന്റൻസ് ആയി. ഇനി അടുത്തത് എന്താണ്? പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക. അപ്പൊ അതെങ്ങനെയാണ്? പ്രധാനപ്പെട്ട, ഇമ്പോർട്ടൻറ്റ് തീരുമാനങ്ങൾ, ഡിസിഷൻ. അപ്പൊ ഈ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് നമുക്ക് മേക്കിംഗ് ഡിസിഷൻ എന്ന് പറയാം. അപ്പൊ ഇതിന് എടുക്കുന്നതിന് മുൻപ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബിഫോർ മേക്കിംഗ് എന്ന് പറയാം. അപ്പോൾ എങ്ങനെ പറയുന്നത്? ബിഫോർ മേക്കിംഗ് an important decision. ബിഫോർ മേക്കിംഗ് an important decision. ഇനി ഇത് ഒന്നിച്ച് പറഞ്ഞു നോക്കാം. I usually think twice before making an important decision. ഒന്നും കൂടെ പറയും. I usually think twice before making an important decision. ക്ലിയർ ആയോ? ഇപ്പൊ നിങ്ങൾക്ക് സെന്റൻസ് ക്ലിയർ ആയില്ലേ? ഇനി നിങ്ങൾ ഈ സെന്റൻസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. എത്ര പ്രാവശ്യം? ഒരു 5 ടൈംസ് എങ്കിലും കുറച്ച് ഒച്ചത്തിൽ തന്നെ നിങ്ങളിത് പറഞ്ഞു നോക്കുക. മനസ്സിൽ പറയരുത്, ഒച്ചത്തിൽ തന്നെ നിങ്ങൾ പറയണം. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്കത് ബൈ ഹാർട്ട് ആവും. അപ്പോൾ ഒന്നും കൂടെ നോക്കി വായിക്കാം. നിങ്ങൾ എഴുതിയിരിക്കുന്ന ആ സെന്റൻസ് നോക്കി വായിക്കുക. അപ്പോൾ പറയുക, ഐ യൂഷ്വലി തിങ്ക് ട്വൈസ് ബിഫോർ മേക്കിംഗ് an important decision. റിപ്പീറ്റ് ആയിട്ട് പറയുക, ഐ യൂഷ്വലി തിങ്ക് ട്വൈസ് ബിഫോർ മേക്കിംഗ് an important decision. 5 ടൈംസ് ഇങ്ങനെ പറഞ്ഞു നോക്കുക. ഓക്കെ, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആ സെന്റൻസ് കുറച്ചും കൂടെ തറവായി, അല്ലേ? ആ ഒരു ഫ്ലോ കിട്ടി തുടങ്ങി. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? 5 പ്രാവശ്യം പറഞ്ഞ് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഇനി ഇത് കാണാതെ പറയാൻ ട്രൈ ചെയ്യുക. കാണാതെ സെന്റൻസ് പറയുക. അപ്പൊ എങ്ങനെ പറയും? ഐ യൂഷ്വലി തിങ്ക് ട്വൈസ് ബിഫോർ മേക്കിംഗ് an important decision. ഐ യൂഷ്വലി തിങ്ക് ട്വൈസ് ബിഫോർ മേക്കിംഗ് an important decision. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ സെന്റൻസ് നിങ്ങൾക്ക് ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റി. ഇനി എന്ത് ചെയ്യണം? അടുത്ത ഒരു സെന്റൻസും കൂടെ നോക്കിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകുന്നത്. നമുക്ക് രണ്ടാമത്തെ സെന്റൻസും കൂടെ നോക്കാം. പ്രയാസമുള്ള സാഹചര്യങ്ങളിൽ ഞാൻ എപ്പോഴും ശാന്തമായി ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഞാൻ എപ്പോഴും ശാന്തമായി ഇരിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ആദ്യം നമുക്ക് പറയാം. ഐ എപ്പോഴും, ഓൾവേസ്, ഐ ഓൾവേസ് ശ്രമിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഐ ഓൾവേസ് ട്രൈ ടു, ഫോർ വാട്ട്? ശാന്തമായി ഇരിക്കാൻ. അപ്പോൾ ഐ ഓൾവേസ് ട്രൈ ടു, ശാന്തമായി ഇരിക്കാൻ എന്നുള്ളതിന് എങ്ങനെ പറയും? സ്റ്റേ കാം. അപ്പോൾ ഒന്നും കൂടെ പറയാം. ഐ ഓൾവേസ് ട്രൈ ടു സ്റ്റേ കാം. എപ്പോഴാണ്? പ്രയാസമുള്ള, ഡിഫിക്കൽട്ട്, അല്ലേ? സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസ്. അപ്പോൾ ഐ ഓൾവേസ്
ട്രൈ ടു സ്റ്റേ കാം ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. അപ്പോൾ ഇതൊന്ന് തുടർച്ചയായിട്ട് കണ്ടിന്യൂറ്റി പോകാതെ ഒന്ന് പറയാം. I always try to stay calm in difficult situations. I always try to stay calm in difficult situations. Clear ആയോ? ഈ സെന്റൻസ് ഇതുപോലെ 5 times നിങ്ങൾ ഒച്ചത്തിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. I always try to stay calm in difficult situations. എപ്പോഴും സെന്റൻസ് പറയുന്ന സമയത്ത് കട്ട് ചെയ്ത് പറയരുത്. ആ കണ്ടിന്യൂറ്റി അതുപോലെ തന്നെ പോകണം. I always try to stay calm in difficult situations. ഓക്കെ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സെന്റൻസ് തറവായി അല്ലേ, ക്ലിയർ ആയി. ഇനി നിങ്ങൾ അത് കാണാതെ പറയുക. ഓക്കെ, അപ്പോൾ അത് കാണാതെ പറയുന്ന സമയത്ത് നിങ്ങൾ ഒന്നും കൂടെ കറക്റ്റായിട്ട് പറയുക. I always try to stay calm in difficult situations. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഈ 2 സെന്റൻസും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകും, മറക്കില്ല. കാരണം അത്രയും ക്ലിയർ ആയിട്ട് നമ്മളിത് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ 2 സെന്റൻസ് മാത്രമേ ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളൂ. ഈ 2 സെന്റൻസിൽ നിന്നും നമുക്ക് എന്തൊക്കെയാണ് വീണ്ടും നമുക്ക് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ആദ്യത്തെ സെന്റൻസ് എന്തായിരുന്നു? I usually think twice before making an important decision. ഇതില് നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ഫ്രേസസ് കിട്ടുന്നോ എന്ന് ആദ്യം നോക്കാം. കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വൊക്കാബുലറി എടുക്കാം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നോക്കാം. പക്ഷെ ഫ്രേസസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇതിലെന്താണുള്ളത്? ഇവിടെ ഞാൻ പറഞ്ഞു 2 തവണ ആലോചിക്കുക. തിങ്ക് ട്വൈസ്, തിങ്ക് ട്വൈസ് കിട്ടിയല്ലേ? അപ്പോൾ തിങ്ക് ട്വൈസ് നമുക്ക് അവിടെ എടുത്തു വയ്ക്കാം. നമുക്ക് ഒരു ഫ്രേസ് കിട്ടി. ഇനി അടുത്ത സെന്റൻസും കൂടെ നമുക്ക് നോക്കാം. അതിൽ ഞാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? I always try to stay calm in difficult situations. അപ്പോൾ stay calm, ശാന്തമായി ഇരിക്കുക എന്നുള്ളത്, ശാന്തനായിട്ടിരിക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റേ കാം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രേസും കിട്ടി. അപ്പോൾ തിങ്ക് ട്വൈസ്, സ്റ്റേ കാം, ഇത് രണ്ടും കിട്ടി. ഇനി നമ്മൾ എന്താ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്? ആദ്യം തിങ്ക് ട്വൈസ് എന്നുള്ള ആ ഒരു സംഭവം എടുത്ത് നമുക്ക് സെന്റൻസുകൾ ഉണ്ടാക്കി പഠിച്ചു നോക്കാം. എങ്ങനെയാണ് തിങ്ക് ട്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തവണ ആലോചിക്കുക. നമ്മൾ മറ്റുള്ള ആൾക്കാരോട് ചിലപ്പോൾ ഉപദേശിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വാണിംഗ് കൊടുക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമ്മൾ പറയുമല്ലേ 2 തവണ ആലോചിക്കുക. നമ്മൾ പറയാറില്ലേ, ഇപ്പോൾ ഒരാളൊരു ജോലി പെട്ടെന്ന് ക്വിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, നീ ജോലി ഉപേക്ഷിക്കുന്നതിന് മുമ്പ് 2 തവണ ആലോചിക്കണം. യു ഷുഡ് തിങ്ക് ട്വൈസ് ബിഫോർ ക്വിറ്റിംഗ് ദ ജോബ്. യു ഷുഡ് തിങ്ക് ട്വൈസ് ബിഫോർ ക്വിറ്റിംഗ് ദ ജോബ്. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇപ്പം ഇങ്ങനെ ലാവിഷായിട്ട് ഇഷ്ടം പോലെ പൈസ അനാവശ്യമായി ചിലവാക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ടല്ലോ, മനസ്സിലിങ്ങനെ പറയും, വി ഷുഡ് തിങ്ക്, നമ്മൾ പൈസ ചിലവാക്കുന്നതിന് മുമ്പ് 2 തവണ ആലോചിക്കണം. അപ്പോൾ നമ്മൾ പറയും, വി ഷുഡ് തിങ്ക് ട്വൈസ് ബിഫോർ സ്പെൻഡിങ് മണി. വി ഷുഡ് തിങ്ക് ട്വൈസ് ബിഫോർ സ്പെൻഡിങ് മണി. ഇങ്ങനെയൊക്കെ നമ്മൾ തിങ്ക് ട്വൈസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രയോ സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുന്നത് അത്രയും നിങ്ങൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഡെവലപ്പായി അല്ലേ? ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്ന 2ാമത്തെ സെന്റൻസിലെ ഫ്രേസ് എന്തായിരുന്നു? സ്റ്റേ കാം, ശാന്തനായി ഇരിക്കുക എന്നുള്ളത്. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരോടും പറയാറുണ്ട്, പ്ലീസ് സ്റ്റേ കാം, ഒന്ന് ശാന്തമായി ഇരിക്കൂ, പ്ലീസ് സ്റ്റേ കാം, ഇങ്ങനെയൊക്കെ പറയില്ലേ? അതുപോലെ ചിലപ്പോൾ ഒരാൾ ഇന്റർവ്യൂവിന് പോവുകയാണ്. ഈ ഇന്റർവ്യൂവിന് പോകുന്ന കുറച്ച് വെപ്രാളുള്ള ഒരാളാണെങ്കിൽ നമ്മൾ അവരോട് പറയാറുണ്ടല്ലോ, ഇന്റർവ്യൂവിന്റെ സമയത്ത് നീ ഒന്ന് ശാന്തമായിട്ടിരിക്കണം, ശാന്തനായിരിക്കണം എന്നൊക്കെ പറയില്ലേ? അപ്പം പ്ലീസ് സ്റ്റേ കാം അല്ലെങ്കിൽ ട്രൈ ടു സ്റ്റേ കാം ഡ്യൂറിങ് ദ ഇന്റർവ്യൂ. ട്രൈ ടു സ്റ്റേ കാം ഡ്യൂറിങ് ദ ഇന്റർവ്യൂ. ഇപ്പൊ നമ്മൾ 2 സെന്റൻസും പറഞ്ഞു കഴിഞ്ഞു. ഈ 2 സെന്റൻസും നിങ്ങൾക്ക് ഇപ്പം പറയാൻ കിട്ടുന്നില്ലേ? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായിരുന്നു ആദ്യത്തെ സെന്റൻസ്? ഐ യൂഷ്വലി തിങ്ക് ട്വൈസ് ബിഫോർ മേക്കിംഗ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ അല്ലേ? അടുത്ത സെന്റൻസ് ഓർമ്മയുണ്ടോ? എന്താണത്? ഐ ഓൾവേസ് ട്രൈ ടു സ്റ്റേ കാം ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഡെയിലി 1-2 സെന്റൻസ് ഇതുപോലെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇംഗ്ലീഷ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.